ഹൗസിലെ 16 മത്സരാർത്ഥികളും ഉറക്കം വിളിച്ച് തിരഞ്ഞുകൊണ്ടിരുന്ന അതിവിശേഷപ്പെട്ട ഡയമണ്ട് സായി കൃഷ്ണയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. ശ്വേതാ മേനോനും സാബുമോനും പോയ സമയത്ത് നൽകിയ ക്ലൂയിലൂടെയാണ് സായി കൃഷ്ണ ഡയമണ്ട് നേടിയെടുത്തത്. ഫ്രീസറിൽ നിന്നുമാണ് സായി കൃഷ്ണയ്ക്ക് ഡയമണ്ട് ലഭിച്ചിരിക്കുന്നത്. നനവുള്ളതും വെളിച്ചമില്ലാത്തതുമായ സ്ഥലത്താണ് ഡയമണ്ട് ഉള്ളത് എന്നുള്ള ക്ലൂ ആയിരുന്നു സാബുമോൻ ഹൗസിലുള്ളവർക്ക് നൽകിയത്. അത് കേട്ടതോടെ ഏവരും തിരച്ചിൽ തുടങ്ങുകയായിരുന്നു. സായി കൃഷ്ണ ആദ്യം തന്നെ ലക്ഷ്യം വെച്ചത് ഫ്രീസർ തന്നെയാണ്. ശ്രീതുവും അർജുനും ശ്രീരേഖയും ഒക്കെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. വന്ന് തീരുന്ന ഉടനെ തന്നെ ഡയമണ്ട് കൈക്കലാക്കി അവിടെ നിന്നും റൂമിലേക്ക് പോവുകയായിരുന്നു സായി. തനിക്ക് ഡയമണ്ട് കിട്ടിയെന്നും കയ്യിൽ കിട്ടിയാൽ ആരോടും പറയരുത് എന്നല്ല എന്നും ക്യാമറ നോക്കി ബിഗ് ബോസിനോട് സായി കൃഷ്ണ പറയുന്നുണ്ട്. ഇനി അത് കയ്യിൽ വെക്കുമോ, വേറെ ആർക്കെങ്കിലും കൊടുക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. ഏതായാലും ഡയമണ്ട് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് സായി കൃഷ്ണയാണ്. അതേസമയം ഹോട്ടൽ ടാസ്ക് അവസാനിച്ചെങ്കിലും ഏവരുടെയും അടുത്ത ലക്ഷ്യം ചലഞ്ചറായ ശ്വേതാ മേനോൻ കൊണ്ടുവന്ന ഡയമണ്ട് തന്നെയായിരുന്നു. രാവിലെ മുതൽ തന്നെ ഡയമണ്ടിനായുള്ള തിരച്ചിലായിരുന്നു ഏവരും. ഡയമണ്ടിനെ കുറിച്ചുള്ള എന്തെങ്കിലും ക്ലൂ ഒക്കെ ലഭിക്കുമെന്ന് കരുതി സാബുമോന്റെയും ശ്വേതയുടെയും പിന്നാലെ തന്നെ ചിലരൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അവസാനം സാബു ഒരു ക്ലൂവും ഏവർക്കും നൽകുന്നുണ്ടായിരുന്നു. ഡയമണ്ട് ജിൻഡോയ്ക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലത്താണെന്നാണ് സാബുമോൻ തന്റെ അടുത്തിരുന്നവരോട് പറഞ്ഞത്. അത് കേട്ട ഉടനെ അപ്സരയും ശ്രീരേഖയും ജിൻഡോയും ഡയമണ്ട് തപ്പി ഇറങ്ങുന്നുണ്ടായിരുന്നു. ജിൻഡോ കൂടുതൽ നിൽക്കുന്ന സ്ഥലത്തും വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലത്തും ഒക്കെ ആയിരുന്നു ശ്രീരേഖയും നന്ദനയും അപ്സരയും ഒക്കെ തിരിഞ്ഞത്. ആദ്യമൊക്കെ ജിൻഡോ ഒന്ന് വന്ന് വെറുതെ തിരിഞ്ഞിട്ട് തിരികെ പോയതോടെ ജിൻഡോയ്ക്ക് ഡയമണ്ട് കിട്ടിയിട്ടുണ്ടെന്ന സംശയവും ശ്രീരേഖയും അപ്സരയും ഒക്കെ രാവിലെ തന്നെ പറഞ്ഞിരുന്നു. അതിനുശേഷം സാബുമോനും ശ്വേതയും എത്തി ഓരോ സ്ഥലങ്ങൾ പറഞ്ഞ് സിജോയും അർജുനും ഋഷിയും ഒക്കെ ചർച്ചയും നടത്തിയിരുന്നു. ഏതായാലും ക്ലൂവിനായി രാവിലെ മുതൽ സാബുമോന്റെ പിറകെ തന്നെയായിരുന്നു ഇവരും. നന്ദനയും അപ്സരയും രാവിലെ മുതൽ ഡയമണ്ട് കണ്ടെത്താനുള്ള കഠിന പരിശ്രമമായിരുന്നു. ഇങ്ങനെയൊക്കെ ഡയമണ്ടിന്റെ പിറകെ കുറെ പേര് നടന്നെങ്കിലും ഡയമണ്ട് കിട്ടിയാലും ഇല്ലെങ്കിലും ഞങ്ങൾക്കൊന്നും ഇല്ല എന്ന ഭാവത്തിൽ ചിലരും ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്നു. നോറ, രസ്മിൻ, ജാസ്മിൻ, ശ്രീതു തുടങ്ങിയവരൊന്നും ആ പ്രദേശത്ത് പോലും ഉണ്ടായിരുന്നില്ല. അവരൊന്നും ഡയമണ്ടിന്റെ കാര്യം നോക്കുന്ന പോലുമില്ലെന്ന് സാബുമോനും പറഞ്ഞിരുന്നു. ഏതായാലും ഡയമണ്ട് ആർക്ക് ലഭിക്കുമെന്നുള്ള പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് ഇതോടെ വിരാമമായിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.